നാടിൻ്റെ ജനനായകൻ, സമരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധ്വജവാഹകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ക്രാന്തദർശിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ അഭിവന്യ നേതാവ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളടക്കം, ആദരണീയനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം, സംസാരിക്കാനിരിക്കുന്ന മുനീർ സാഹിബ്, മജീദ് സാഹിബ്, കെ എം ഷാജി അടക്കമുള്ള നേതാക്കളടക്കം വേദിയിലും സദസ്സിലുമുള്ള പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മഹാസദസ്സിലെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഓർമ്മകൾ ഇരമ്പി വരുന്ന കടപ്പുറമാണിത്. എത്രയെത്രയോ ചരിത്ര സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുള്ള, അതിനെ വേദിക പണിതുയർത്തിയിട്ടുള്ള മഹാസ്ഥലമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നുമില്ല. ഇവിടെ മുഴങ്ങിയ വാക്കുകൾക്ക് നിങ്ങളെപ്പോലെ കാതോർത്തിരുന്നവനാണ് ഞാനും. പ്രിയപ്പെട്ട PMA സലാം സാഹിബിൻ്റെ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള സ്വാഗത പ്രസംഗം മുതൽ പാർലമെന്റിൽ നടന്ന നടപടികളടക്കം ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അല്പം മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം, അതിനിടയിൽ അഭിവന്ദനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളോട് മന്ത്രിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി മതേതര ഇന്ത്യയുടെ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടനുസരിച്ചു. അനന്തരം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ ചരിത്രപ്രധാനമായ പ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീരഗർജനം പോലുള്ള വാക്കുകൾ നമ്മൾ കേട്ടു. രാഷ്ട്രീയത്തിന്റെ മറിമായങ്ങൾക്കിടയിലൂടെ നമ്മളെ അദ്ദേഹം കൊണ്ടുപോയി കേരള രാഷ്ട്രീയത്തിലെ ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. പുറത്തുനിന്ന് വന്ന 2 അതിഥികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും തെലങ്കാനയിലെയും മന്ത്രിമാർ മതേതര ഇന്ത്യയുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കിക്കൊണ്ടുള്ള ഉന്നതമായ വാക്കുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഓർമ്മകൾ പിറകോട്ട് സഞ്ചരിക്കുകയാണ്. സാധാരണ ഹിന്ദിക്കാര് പറയാറുണ്ട് യാദോം കി ബാറാത്ത്. ആ പേരിൽ ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമയും ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു. ഓർമ്മകളുടെ ഘോഷയാത്ര എന്നാണ് ഇതിന്റെ അർത്ഥം. പുതിയാപ്പള പോകുന്ന മണവാളൻ ഘോഷയാത്രക്കാണ് ഹിന്ദിക്കാർ ബാറാത്ത് എന്ന് പറയുന്നത്. യാദോം കി ബാറാത്ത്, ഓർമ്മകളുടെ മണവാളൻ ചമഞ്ഞുള്ള യാത്ര. നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന നേരമാണ്. ഈ കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കായിദേ മില്ലത്തിന്റെ സ്വരം ഈ മഹത്തായ കടപ്പുറത്ത്, ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടപ്പുണ്ട്. മഹാനായ ബാഫക്കി തങ്ങളുടെ സ്വരം ലയിച്ചു കിടപ്പുണ്ട്. കാലത്തിന് മറക്കാൻ കഴിയാത്ത CHന്റെ ദിഗന്ധങ്ങളിലും ഹൃദന്തങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ലയിച്ചു കിടപ്പുണ്ട്. ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിച്ചത്. മുമ്പൊരു കാലത്ത് മുസ്ലിം പേഴ്സണൽ ലോക്കെതിരെ 1980കളിൽ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെതിരെ ന്യൂനപക്ഷ സമൂഹം, മതേതരവാദികൾ ഒന്നിച്ച് സംഘടിച്ചു. ഇതുപോലെ ഈ കടപ്പുറത്തും കോഴിക്കോട്ട് മുതലക്കുളത്തും അന്ന് ഉള്ളടക്കത്തിന് മാറ്റമുണ്ടായിരുന്നില്ല, ഒക്കെ ഒന്നാണ്. അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു നമ്മുടെ മഹാനായകൻ. വസന്തം പോലെ വന്ന് നിലാവ് പോലെ പോയി മറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളാണെന്ന് മുതലക്കുളത്തെ സമ്മേളനത്തിലേക്ക് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയെ, വിശ്വപ്രശസ്ത പണ്ഡിതനെ, ഇന്ത്യ മുഴുക്കെ സഞ്ചരിക്കുന്ന പണ്ഡിതനെ,
പേഴ്സണൽ ലോയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാനുസൃതമായ സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് മുതലക്കുളത്തേക്ക് കൊണ്ടുവന്നത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ്. ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു, കാലത്തിന്റെ ചംക്രമണത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ. ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ജമാനാ കി ഗർദിഷ് സേ ചാരാ നഹീ ഹൈ. കാലത്തിന്റെ ചംക്രമണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. വലിയ പലതും കണ്ടതാണ് ഈ നാട്. പല ഭരണാധികാരികളെയും കണ്ടതാണ് ഈ ലോകം. അവരൊക്കെ ഇന്നെവിടെ പോയിരിക്കുന്നു? ഹിറ്റ്ലർ, മുസോളിനി, അവരൊക്കെ എവിടെ പോയിരിക്കുന്നു? കാലത്തിന്റെ സംക്രമണത്തിൽ മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. സമാനാക്കി ഗർദിഷ് സേ ചാരാ നഹീ ഹേ. ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല. സമാന ഹമാരാ തുംഹാരാ നഹീ ഹേ. കാലം നിങ്ങളുടേതുമല്ല, നമ്മുടേതുമല്ല. കാലം ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് കാലത്തിന്റെ നായകൻ. കാലം ആരുടെയും അടിമപ്പണി എടുക്കുന്നവരല്ല. കാലം മാറി വന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിലും കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു, പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, മാറാതെ മറയാതെ ഒന്നുണ്ട്. അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ്. പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന